കരൂർ ദുരന്തത്തിൽ ഒരു TVK ഭാരവാഹി കൂടി അറസ്റ്റിലായി. കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗൻരാജിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. പരിപാടി നടത്തിപ്പിന് ചുമതലയുള്ള 10 പേരിൽ ഒരാളാണ് ഇയാൾ. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇതിൽ ഇന്നലെ ആദ്യ അറസ്റ്റ് നടന്നിരുന്നു, ഇന്നിപ്പോൾ അടുത്ത അറസ്റ്റ്, വിശദാംശങ്ങൾ. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ് പോലീസ്. അത് ഇന്നലെ രാത്രി തന്നെ അതിന്റെ കൃത്യമായ സൂചനയായിരുന്നു. ആദ്യ നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസിലെ ആദ്യ അറസ്റ്റ്, അതായത് കരൂരിലെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് ഇത്തരത്തിൽ അവരുടെ ആദ്യ അറസ്റ്റ് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നത്. അതും കരൂരിൽ നിന്നുള്ള പ്രാദേശിക നേതാവിനെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൗൻരാജ്, അദ്ദേഹം ജില്ലാ ട്രഷററാണ്, അതായത് ഈസ്റ്റ് ജില്ലാ ട്രഷറർ എന്ന പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങാം. അതായത് ഹൈക്കോടതി ഇനി ഈ കേസ് പരിഗണിക്കുക വെള്ളിയാഴ്ച മാത്രമായിരിക്കും. അപ്പോൾ അതിനു മുൻപ് തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീണ്ട് അത് കൃത്യമായ അതിലൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് കോടതി അറിയിക്കുക. മാത്രമല്ല അതിനുശേഷമുള്ള നിയമ നടപടികളൊക്കെയും ശരിയായ രീതിയിലാണ് ചെയ്തു പോയത് എന്നുള്ളത് കൂടി കോടതി അറിയിക്കുക എന്ന നീക്കത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും 10 പേരാണ് ഈ പരിപാടി നടത്താനായി വിജയ് അസൈൻ ചെയ്തിട്ടുള്ളത്. 10 പേരെയാണ്. ഈ 10 പേരാണ് പോലീസുമായി വിവിധ കാര്യങ്ങളിൽ ഈ അനുമതി തേടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടൊക്കെയും പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ 10 പേരാണ്. ആ 10 പേരുടെയും അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള സൂചനയാണ് നിലവിൽ പുറത്തു വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മതിയഴകനെ അറസ്റ്റ് ചെയ്യുന്നു, ഇന്നിപ്പോൾ പൗൻരാജിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഈ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തുന്നവരെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് അത്തരത്തിൽ ഒരു യൂട്യൂബർ അടക്കമുള്ള ആളുകളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് റഹീസ്, വിജയുടെ കാര്യത്തിൽ പക്ഷെ കരുതലോടെയാണ് നീക്കം. ആദ്യ ദിനം മുതൽ തന്നെ അത് പറയുന്നുണ്ട്. ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും, അല്ലേ? അനുജ, വിജയുടെ കാര്യത്തിൽ അത്തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. കാരണം വിജയിയെ ഏതെങ്കിലും തരത്തിൽ പോലീസ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അത് DMK അടക്കമുള്ള പാർട്ടികൾ സത്യത്തിൽ വിജയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നില്ല. അത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഈ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ DMK അല്ലെങ്കിൽ TVK വിമർശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി അടക്കം ഈ വിജയിയെ വിളിച്ചതിനു ശേഷം കോൺഗ്രസും നിലപാട് മാറ്റി. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ DMK അതിന്റെ സർക്കാർ മറ്റു പാർട്ടികൾ DMKക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടികൾ ആരും വിജയെ വിമർശിക്കുന്നത്. അതിലെ DMK പ്രധാനമായിട്ടും പറയുന്നത് ഒരു തരത്തിലും വിജയ്ക്ക് ഒരു ആയുധം അങ്ങോട്ട് നൽകരുത്, TVKക്ക് വിജയ്ക്ക് ഒരു സിമ്പതി ഉണ്ടാക്കാൻ ആളുകൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ വിജയിയെ പോലീസ് വേട്ടയാടുന്നു, സർക്കാർ വേട്ടയാടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ നിൽക്കരുത് എന്നാണ് നിലവിൽ സർക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വിജയ് എന്തായാലും ഉടൻ തൊടില്ല. പക്ഷേ TVK ജനറൽ സെക്രട്ടറി ാണ് കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗൻരാജ്, TVKയുടെ നേതാവാണ് അറസ്റ്റിലായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.